ജർമ്മൻ ഭാഷ എന്ന് മാത്രമല്ല നമ്മൾ ഏതൊരു പുതിയ ലാംഗ്വേജ് പഠിക്കാനായി നമുക്കൊരു ഓപ്പർച്യൂണിറ്റിയാണ്. വലിയ ഡ്രീം വെച്ചാൽ ഫാമിലീനെ അടിപൊളിയായി നോക്കണം. പിന്നെ അങ്ങനെ കുറച്ച് ചെറിയ ആഗ്രഹങ്ങളുണ്ട്, അതൊക്കെ ഒന്ന് നടത്തണം. അങ്ങനെയാണ് ഇവിടെ ലാൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫൈൻഡ് ചെയ്തത്. എന്തുകൊണ്ട് നല്ലൊരു ഓപ്ഷനായി തോന്നി. ഇത് നമ്മളൊരു ഫണ്ണായിട്ട് എടുത്ത സുഖമായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ ബീറ്റൊക്കെ. കാരണം ഇപ്പോൾ നമ്മുടെ മിസ് അങ്ങനെയായിരുന്നു, ഗെയിമിലൂടെയും കുറേ വീഡിയോസും കാണിച്ചിട്ട് നമ്മളിപ്പോൾ ഒരു LKG സ്റ്റുഡൻസിനെ മാതിരിയായിരുന്നു ഇവിടെ വരുമ്പോൾ. അതായത് ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചപ്പോൾ ബീറ്റ് എക്സാം പാസ്സായി. ഇനി ജർമ്മനിക്ക് പോകണം എന്നൊക്കെ ആഗ്രഹമുണ്ട്, നടക്കുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ പേര് മുഹമ്മദ് അനസ്, ഞാൻ പാലക്കാട്ടിൽ നിന്നാണ് വരുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഒരു 10 മാസമായിട്ട് ലാൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ജർമ്മൻ പഠിച്ചു. ഇപ്പോൾ കഴിഞ്ഞ മാസം ബീറ്റ് എക്സാം എഴുതി, ഇപ്പോൾ പാസ്സായി. വീട്ടിൽ ഇമ്മ വാപ്പ ഒരു അനിയത്തി ഉണ്ട്. പേരൻസ് പറഞ്ഞ ഡിഗ്രിക്കോ അല്ലെങ്കിൽ നേഴ്സിങ്ങിനോ പോകുന്നുള്ളൊരു മൈൻഡ് സെറ്റിലായിരുന്നു. എനിക്കാണെങ്കിൽ അങ്ങനെ ഇവിടെ ചെയ്യാൻ തീരെ താല്പര്യം ഉണ്ടാകുന്നില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ എൻ്റെ കസിനും പറഞ്ഞു, പിന്നെ ഇൻസ്റ്റയിലും യൂട്യൂബിലും കുറേ വീഡിയോസ് കണ്ടപ്പോൾ ഒന്ന് ജസ്റ്റ് അന്വേഷിച്ച് നോക്കി. അങ്ങനെയാണ് ഇവിടെ ലാൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫൈൻഡ് ചെയ്തത്. അപ്പോൾ അങ്ങനെ അത് ചൂസ് ചെയ്തു. എന്തുകൊണ്ട് നല്ലൊരു ഓപ്ഷനായി തോന്നി. ഫാക്കൽറ്റീസ് ആയാലും ഇവിടുത്തെ എല്ലാവരും ആയാലും നല്ലൊരു ഫ്രണ്ട്ലിയാണ്, എല്ലാ പരിപാടിയും അടിപൊളിയാണ്. ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചപ്പോൾ ബീറ്റ് എക്സാം പാസ്സായി. ഇനി ജർമ്മനിക്ക് പോകണം എന്നൊക്കെ ആഗ്രഹമുണ്ട്, നടക്കുമെന്ന് വിചാരിക്കുന്നു. മിസ് അടിപൊളിയായിരുന്നു, അത് കാരണം പിന്നെ ക്ലാസ് നല്ല ഫണ്ണായിരുന്നു. അതുകൊണ്ട് നമ്മളൊരു പഠിക്കാന്നുള്ള രീതിയിലല്ല, ഒരു പുതിയ എന്തൊരു കാര്യം ചെയ്യുക, അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റിൽ പഠിച്ച് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് എൻ്റെ ഒരു. കാരണം ഇപ്പോൾ നമ്മുടെ മിസ് അങ്ങനെയായിരുന്നു, ഗെയിമിലൂടെയും കുറേ വീഡിയോസും കാണിച്ചിട്ട് നമ്മളിപ്പോൾ ഒരു LKG സ്റ്റുഡൻസിനെ മാതിരിയായിരുന്നു ഇവിടെ വരുമ്പോൾ. അതായത് അങ്ങനെയാണ് നമ്മുടെ പുതിയൊരു സാധനം പഠിക്കുകയല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ടാവും. ക്ലാസ്സിൽ ഇങ്ങനെ വീക്കെൻഡിൽ ഗെയിം ഉണ്ടാവും, പിന്നെ ഇങ്ങനെ ബുധനാഴ്ചയൊക്കെ ഇങ്ങനെ ഓരോ ഗെയിമുകൾ അങ്ങനെയൊക്കെ ഉണ്ടാവും. അതൊക്കെ നമുക്കൊന്നുകൂടി വെറൈറ്റി ആയത് കാരണം നല്ല ഇതായിരിക്കും, ചെയ്യാനൊരു ഇതുണ്ടാവും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അടിപൊളിയാണ്. നമുക്ക് അങ്ങനെയും കുറേ വേർഡ്സുകളും ഇതൊക്കെ പഠിക്കുക, അതൊക്കെ ഒരു അടിപൊളിയാണ്. എൻ്റെ ക്ലാസ്സിൽ ഏറ്റവും ചെറുത് ഞാനായിരുന്നു. എനിക്ക് ഇപ്പോഴാണ് ഞാൻ +2 കഴിഞ്ഞിട്ട് അങ്ങനെ കുറേ പേര് ഡിഗ്രി നേഴ്സിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വന്നു. അതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അത് പിന്നെ ശരിയായി, ലാസ്റ്റിലേക്ക് എത്തുമ്പോൾ ശരിയായി. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ക്ലാസ്സിലെല്ലാവരും പാസ്സായി ഞങ്ങളുടെ റിസൾട്ട് വന്നപ്പോൾ. ലാൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് എങ്ങനെ ഹെൽപ്പ് ചെയ്തു വെച്ചാൽ അടിപൊളിയായിരുന്നു. ആ ലാസ്റ്റത്തെ എക്സാം പ്രിപ്പറേഷൻ്റെ ഒരു എനിക്ക് 3 മന്ത് എടുത്തു. എനിക്ക് കുറച്ച് ഡിലേ ആയി. ടീച്ചർമാർ എന്ത് ഹെൽപ്പാണ് ചെയ്തത്. അതായത് ചിലപ്പോൾ നമ്മൾ നൈറ്റ് ആയിരിക്കും പഠിക്കേണ്ട, അപ്പോഴേക്ക് ചിലപ്പോൾ ഡൗട്ട് വരും. അപ്പോഴും മിസ് എടുക്കും, കോൾ ചെയ്താലും എടുക്കും. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്താൽ കട്ടാക്കുള്ളൂ. പിന്നെ അതേമാതിരി ഇൻസ്റ്റിറ്റ്യൂട്ടിലൊന്നല്ല, അത് എല്ലാ സാറുമാരും ഇന്ന ടീച്ചറൊന്നുമില്ല, ഏത് ടീച്ചർ എന്ന് ചോദിച്ചാലും ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്ത് തരും. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. സ്പീക്കിങ്ങിലുണ്ടായ എക്സ്പീരിയൻസ് പറഞ്ഞ ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരുന്നു. അതായത് അത് നമ്മുടെ പാർട്ട്ണറിനെയും കൂടി കുറച്ച് ഡിപ്പെൻഡ് ചെയ്യും. കാരണം 3 സെക്ഷനാണല്ലോ. അത് അങ്ങനെ നോക്കുമ്പോൾ പാർട്ട്ണർ കുഴപ്പമില്ല, അടിപൊളിയായിരുന്നു. ബട്ട് നല്ല ടഫായിരുന്നു അത്, എന്നാലും പാസ്സായി. ജർമ്മൻ ഭാഷ എന്ന് മാത്രമല്ല നമ്മൾ ഏതൊരു പുതിയ ലാംഗ്വേജ് പഠിക്കാനായി നമുക്കൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അതായത് ഇപ്പോൾ എനിക്കിപ്പോൾ ജർമ്മൻ പഠിച്ചേക്ക് ജർമ്മനിലേക്ക് പോകാൻ പറ്റും. അതിപ്പോൾ അങ്ങനെ പഠിക്കുമ്പോൾ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അതിന് എനിക്ക് ലാൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു അടിപൊളി ഓപ്ഷനായി തോന്നി. എൻ്റെ കസിന് ഇപ്പോൾ നെക്സ്റ്റ് മന്ത് ഇവിടെ ജോയിൻ ചെയ്യാൻ നിൽക്കുന്നുണ്ട്, ഞാൻ തന്നെ റെഫർ ചെയ്താണ്. ജർമ്മനിയിൽ കുറേ കോഴ്സുകളുണ്ട്. കൂടുതൽ ആൾക്കാർക്കറിയാം നഴ്സിംഗ്, ഹോട്ടൽ മാനേജ്മെൻറ്റ് അങ്ങനെ, പക്ഷേ അല്ലാണ്ട് കുറേ കോഴ്സുകളുണ്ട്. ഞാനും നഴ്സിംഗാണ് കണ്ടിട്ട് വന്നത്. ഞാനും നഴ്സിംഗ് ചൂസ് ചെയ്യാനാണ് നിൽക്കുന്നത്. വലിയ ഡ്രീം വെച്ചാൽ ഫാമിലീനെ അടിപൊളിയായി നോക്കണം. പിന്നെ അങ്ങനെ കുറച്ച് ചെറിയ ആഗ്രഹങ്ങളുണ്ട്, അതൊക്കെ ഒന്ന് നടത്തണം. ഇവിടെ എനിക്ക് ഇവിടെ പഠിക്കാൻ താല്പര്യമാണ്. പിന്നെ പുറത്ത് നോക്കിയപ്പോൾ നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. ഇത് നമ്മളൊരു ഫണ്ണായിട്ട് എടുത്ത സുഖമായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ ബീറ്റൊക്കെ. അതായത് ക്ലാസ് നമ്മൾ സ്ട്രെസ്സായിട്ട് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഫുൾ ഡേ ബാച്ച് ഉണ്ട്, ഹാഫ് ഡേ ബാച്ച് ഉണ്ട്, നമുക്ക് ഇഷ്ടമുള്ളത് ചേരാം. ടീച്ചർമാരൊക്കെ എന്തുകൊണ്ട് അടിപൊളിയാണ്.